ആദ്യം തന്നെ എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് അറിയണം. നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ റെക്കഗ്നൈസ് ചെയ്യാനും മനസ്സിലാക്കാനും അതുപോലെ തന്നെ മാനേജ് ചെയ്യാനും കഴിയുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും അവരുടെ ഇമോഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും കഴിയുന്നതിനെയാണ് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ വി ഹാവ് 5 കമ്പോണൻസ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്. ആദ്യത്തേത് സെൽഫ് അവയർനെസ് തന്നെയാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നന്നായിട്ട് അറിയാമായിരിക്കണം. രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് സെൽഫ് റെഗുലേഷൻ ആണ്. നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയണം. അതായത് ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പാടില്ല, നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം. അടുത്തത് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പലയിടത്തുനിന്ന് മോട്ടിവേഷൻ കേൾക്കാറുണ്ട്, പക്ഷേ നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. അടുത്ത കമ്പോണൻ്റാണ് എംപതി എന്ന് പറയുന്നത്. അതായത് മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന്, അവരുടെ പെർസെപ്ഷനിൽ നിന്നും അവരുടെ സ്ഥാനത്ത് നിന്ന് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിയണം എന്നുള്ളതാണ്. അടുത്ത പോയിന്റാണ് സോഷ്യൽ സ്കിൽസ്. മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സ്കിൽസ് കൂടി വേണം. ജനറലി നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള സ്റ്റഡീസ് പ്രകാരം ടോപ്പ് പെർഫോമേഴ്സ് ഒക്കെ നല്ല EQ ഉള്ള ആൾക്കാരായിരുന്നു. സിംപ്ലി ഒരു എക്സാമ്പിൾ പറയാം. നമുക്കിപ്പോൾ ഒരു കോഴ്സ് പഠിച്ച് ജോലിക്ക് കയറണമെങ്കിൽ നമുക്ക് ഹൈ IQ മാത്രം മതിയായിരിക്കും. പക്ഷേ അവിടെ നിന്നൊരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണം, ഒരു പ്രൊമോഷൻ നേടിയെടുക്കണമെങ്കിൽ നല്ല EQ ആവശ്യമാണ്. അതായത് ഹൈലി ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാർക്ക് സ്ട്രെസ് ഡീൽ ചെയ്യാനും ക്രിറ്റിസിസത്തിന് നേരിടാനും അതുപോലെ തന്നെ ഒരു ടീമുമായിട്ട് ചേർന്നിണങ്ങി വർക്ക് ചെയ്യാനും ഒക്കെ സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ സയൻസ് എന്നാണ്. ഒന്നാമത്തേത്, എത്ര പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനും ആയിക്കോട്ടെ, നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് പോസ് ചെയ്യും. ജസ്റ്റ് ഒന്ന് ചിന്തിക്കും, എങ്ങനെ റിയാക്ട് ചെയ്താൽ ഈ സിറ്റുവേഷനെ നന്നായിട്ട് കൊണ്ടുപോകാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മളത് നമ്മുടെ മിസ്റ്റേക്കാണെന്ന് അഡ്മിറ്റ് ചെയ്യും. അടുത്ത സൈൻ എന്ന് പറയുന്നത് വി ലിസൺ മോർ ദാൻ വി സ്പീക്ക്. നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ ലിസൺ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോ EQന്റെ സയൻസ് എന്താണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് മറ്റുള്ളവരെ ഇന്ററപ്റ്റ് ചെയ്യുക, നമ്മുടെ ഇമോഷൻസിനോട് ഇമ്പൾസീവ് ആയിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്യുക, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക, തുടങ്ങിയതെല്ലാം ലോ EQന്റെ സയൻസ് ആണ്. അറ്റ് ലാസ്റ്റ്, എങ്ങനെ നമുക്ക് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം മൈൻഡ്